നമസ്കാരം സുഹൃത്തുക്കളെ. ഗാസയെ ട്രംപ് വെടിപ്പാക്കും. ട്രംപ് പ്രസ്താവന ഇറക്കി, ഗാസയെ വെടിപ്പാക്കണം, ഗാസയെ ശുദ്ധീകരിക്കണം, പാലസ്തീനികളെ ഗാസയിൽ നിന്ന് മാറ്റണം. ഏകദേശം 10 ലക്ഷം പാലസ്തീനികളാണ് ഇപ്പോൾ ഗാസയിൽ അവശേഷിപ്പിക്കുന്നത്. 20 ലക്ഷം, 10 ലക്ഷം ജോർദാനിലേക്കും ഒരു 10 ലക്ഷം ഈജിപ്തിലേക്കും കയറ്റി അയച്ചാൽ ഗാസ കാലിയായി. ഗാസ കാലിയായി കഴിഞ്ഞാൽ ട്രംപിന് ലക്ഷ്യമുണ്ട്. അതായത് ഗാസയെക്കുറിച്ച് ട്രംപ് പറയുന്നത് വളരെ സുന്ദരമായിട്ടുള്ളൊരു പ്രദേശം, അതിസുന്ദരമായിട്ടുള്ള കാലാവസ്ഥ, ഈ സമ്പന്നന്മാരുടെ പറുദീസയായിട്ടുള്ള മൊണാക്കോ പോലെ നമ്മുടെ ഗാസയെ വികസിപ്പിക്കാം എന്നാണ് ട്രംപ് പറയുന്നത്. എല്ലാം കൊണ്ടും അനുയോജ്യമാണ്. ഒരുപക്ഷെ ട്രംപ് ടവർ, നമുക്കെല്ലാവർക്കും അറിയാം, ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ്. ട്രംപ് പണം ഉണ്ടാക്കിയിരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ് കൂടിയാണ്. അമേരിക്കയിലെമ്പാടും ട്രംപ് ടവർ എന്നുള്ള റിയൽ എസ്റ്റേറ്റ് ബിൽഡിങ്ങുകൾ കെട്ടിപ്പൊക്കി അത് വിറ്റാണ് ട്രംപ് കാശുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ലോകത്തെമ്പാടും ഈ ട്രംപ് ടവറുകൾ വന്നു തുടങ്ങി. ഇന്ത്യയിലും വന്നു തുടങ്ങി. ബോംബെയിൽ 4-5 പ്രോജക്റ്റുകൾ ഏകദേശം അവസാന ഘട്ടത്തിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരുപക്ഷെ ഗാസയിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ പറയുന്ന ട്രംപ് ടവർ. ട്രംപിൻ്റെ പ്ലാൻ, ട്രംപ് ഇസ്രായേൽ, ഈജിപ്തിനോടും അതോടൊപ്പം തന്നെ ജോർദാനും അപേക്ഷിച്ചിരിക്കുകയാണ് ഈ പറയുന്ന പോരാളികളെ ഏറ്റെടുക്കണമെന്ന്. ഈജിപ്റ്റ് പറഞ്ഞു, ഞങ്ങൾ ഓൾറെഡി ഏറ്റെടുത്തു, ഇനി വേണ്ട, വേണമെങ്കിൽ പണമായിട്ട് തന്നാൽ വേണമെങ്കിൽ വാങ്ങാം, പക്ഷെ പോരാളികളെ വേണ്ട. ഈ പറയുന്ന ഈജിപ്റ്റ് അവിടുത്തെ പ്രസിഡന്റ് പറയുന്നത്, ഇവരിവിടെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പോരാട്ട വീര്യം അല്പം കൂടുതലാണ്. ഇവിടെയുള്ള പോരാളികളുമായി കൂടെ കൂടി എന്നെ പുറത്താക്കാൻ ശ്രമിക്കും, അതുകൊണ്ട് ഇവരെ മാത്രം വേണ്ട. പിന്നെ പാവം രാജാവ്, അതായത് ഈ അബ്ദുള്ള രാജാവ് ജോർദാനിൽ, അദ്ദേഹം വളരെ സാധുവായ മനുഷ്യനാണ്. അദ്ദേഹം മാത്രമാണ് ഈ പാലസ്തീനികൾക്ക് പാസ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. വേറെ ഒരു മുസ്ലിം രാജ്യം പോലും കൊടുത്തിട്ടില്ല എന്ന് ആലോചിക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ പാസ്പോർട്ട് കൊടുത്തു, അവരെയും കൂടെ നിക്കക്കളിയില്ല, വേറെ എന്ത് വേണമെങ്കിലും ചോദിച്ചോളും തരാം, വേണമെങ്കിൽ 1/2 ഏക്കർ ഭൂമി തരാം, പക്ഷെ ഇവരെ വേണ്ട. ഒന്ന് ചിന്തിക്കണം. അതായത് 57 രാജ്യങ്ങളിലാണ് മുസ്ലിം സമുദായം പ്രമുഖമായിട്ടുള്ളത്. എല്ലാവരും ഓരോ ലക്ഷം വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും. ഇവരെ കുരുതി കൊടുക്കുകയാണ് ഈ പറയുന്ന ഇസ്രായേൽ. ഇത് ചിന്തിക്കേണ്ട സംഭവം എന്ന് പറയുന്നത് 2000 കിലോ ശേഷിയുള്ള ബോംബർ കൊടുത്തിരിക്കുകയാണ് ട്രംപ് ഇസ്രായേലിൽ. ഇന്നലെ ആ സാങ്ഷൻ അദ്ദേഹം എടുത്തു കളഞ്ഞു. അതായത് ഈ 1/2 ബില്യൺ ആണ് ഒരു ബോംബിന്റെ എന്താ പറയുന്ന ഇതിന്റെ ഒരു വാല്യൂ. പണമടച്ച് റിസീറ്റ് കൈപ്പറ്റിയിട്ട് ഇസ്രായേൽ വർഷങ്ങളായി. ഈ പറയുന്ന ബൈഡൻ ഭരണകൂടം അത് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. ഈ പറയുന്ന ഗാസയിലെ കൂട്ടക്കുരുതി എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ബോംബിന്റെ കൈമാറ്റം, 2000 കിലോ ശേഷിയുള്ള ബോംബിന്റെ കൈമാറ്റം തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു ബൈഡൻ ഭരണകൂടം. ഈ ബോംബിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഏകദേശം 100 മീറ്റർ അടിയിലേക്കും, അതായത് ഈ പറയുന്ന ഖമേനിയുടെ ന്യൂക്ലിയർ കേന്ദ്രങ്ങളൊക്കെ അടിയിലാണെന്ന് പറയുന്നത്. അവിടെ പോയി അവനെ തകർക്കാൻ ശേഷിയുള്ളതാണ് ഈ പറയുന്ന ബോംബ്, 2000 കിലോ ശേഷിയുള്ള ബോംബ്. അത് അധികം വൈകാതെ നെതന്യാഹുവിന് കയ്യിലെത്തും. അപ്പം അദ്ദേഹവും പിള്ളേരും പണിഞ്ഞു കഴിഞ്ഞാൽ ഇനി ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ ഇവ ആരും തയ്യാറാവുന്നില്ല. അതായത് ഈ കണ്ണീരൊഴുക്കുന്ന ഈ പറയുന്ന സഹോദരങ്ങൾ, സേഫ് ഫോർ ഗാസ എന്ന് പറയുന്ന പ്രക്ഷോഭം നടത്തുന്ന ഒരു സഹോദരിമാരും ഇവരെ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല. കാരണം ഇവർ പോരാളികളാണ്, ഹമാസ്, ഇവർ തീവ്രവാദികളാണ്. ഇവർ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങളെ ഇവർ തെറ്റിദ്ധരിപ്പിച്ച് അവരെയും അവർ ബ്രെയിൻ വാഷ് ചെയ്ത് അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. ഒരിടയ്ക്ക് ട്രംപ് ഇന്തോനേഷ്യയിലേക്ക് വരെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഇന്തോനേഷ്യയും പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ വേണമെങ്കിൽ അവർക്ക് ഭക്ഷണവും വസ്ത്രങ്ങളും കയറ്റി അയക്കാം ഗാസയിലേക്ക്, പക്ഷെ ഇവരെ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചിന്തിക്കേണ്ട സംഭവം എന്ന് പറയുന്നത് ഈ ഒരു മെന്റാലിറ്റിയാണ്. അതായത് അമേരിക്കയുടെ ഒരു നീക്കം എന്ന് പറയുന്നത് ഗാസ ഒഴിപ്പിച്ച് അവിടെ കെട്ടിടം പണിയുക, ഡെവലപ്പ് ചെയ്യുക. ഇവർ പോയാൽ പ്രശ്നം തീരുമല്ലോ. അവസാന സൊല്യൂഷൻ എന്ന് പറയുന്നത് ട്രംപിന്റെ മനസ്സിൽ ഇവരെ സിറിയയിലേക്ക് കടത്താൻ ഉദ്ദേശിക്കുന്നത്. കാരണം സിറിയ ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ചെന്ന് കൈയടക്കാം. സിറിയയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഭരണകൂടമില്ല. അവിടെ അസാദ് നാട് വിട്ടുപോയി. ജുലാനി എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു പ്രോക്സിയാണ് ഇപ്പോൾ നേതാവ്. അവൻ എന്തെങ്കിലും 10-50 കൊടുത്തു കഴിഞ്ഞാൽ ഇവരെയൊക്കെ സ്വീകരിച്ചോളും. അവർക്കവിടെ കൂട്ടം കൂടിയുമായി ചേർന്ന് പ്രവർത്തിക്കാം. അപ്പോൾ ഒരു പക്ഷെ സിറിയയിലേക്ക് ഇവരെ കടത്തുമെന്ന് ഏകദേശം ഉറപ്പാണ്. കാരണം ട്രംപ് പോകുന്നതിന് മുമ്പ് ഗാസ വെടിപ്പാക്കിയിട്ട് അദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പദ്ധതി നടപ്പിലാക്കും. ഇസ്രായേൽ അതോടെ സേഫായി മാറും. കാരണം അതല്ലാതെ ഒരു സൊല്യൂഷൻ ഇല്ല. കാരണം ഈ പറയുന്ന പോലെ വെടിനിർത്തൽ, ഈ താൽക്കാലിക വെടിനിർത്തൽ ഇതിനൊരു പരിഹാരമല്ല. ട്രംപ് ഉണ്ടാക്കുന്നതായിരിക്കും.
അപ്പോൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമായി അറിയാൻ സാധിക്കും ട്രംപിന് മനസ്സിലെന്താ. ട്രംപ് കയറി ഒരാഴ്ച ആയിട്ടുള്ളൂ. ട്രംപ് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, ഞാൻ 20-ാം തീയതി അധികാരത്തിൽ കയറുന്നതിന് അന്ന് തന്നെ ബന്ദികളെ മോചിപ്പിക്കണം. അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഭയങ്കര ലൗഡ് ആൻഡ് ക്ലിയർ ആണ്. കാരണം ഇനി കൂട്ടക്കുരുതി, ഈ പറയുന്ന ഇസ്രായേലിൻ്റെ കൂട്ടക്കുരുതി അദ്ദേഹം അംഗീകരിക്കില്ല. കാരണം ചെറിയ കുഞ്ഞുങ്ങളുടെ ജീവനാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. കാരണം എന്തുമായിക്കോട്ടെ, നിരപരാധികളായിട്ടുള്ള കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇതിനൊരു അറുതി ട്രംപ് വരുത്തും. ഗാസ അദ്ദേഹം വെടിപ്പാക്കും. അത് വെടിപ്പാക്കണം. എന്നാൽ മാത്രമേ ഇതിനൊരു സൊല്യൂഷനുള്ളൂ.